സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഛത്തീസ്ഗഡിലെ 8 ഗ്രാമങ്ങളിൽ ക്രിസ്ത്യാനികൾ പ്രവേശിക്കുന്നത് വിലക്കി. ക്രിസ്ത്യൻ മതവിശ്വാസികളായിരുന്നാലും ശരി, ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തവരായിരുന്നാലും ശരി, 8 ഗ്രാമങ്ങളിൽ അവരെ വിലക്കി. അവർ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഹൈക്കോടതി തടഞ്ഞില്ല. അത് ഗ്രാമസഭകൾ പാസ്സാക്കിയതാണ്. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അവരവിടെ പ്രവേശിക്കാൻ പാടില്ല. കണ്ടല്ലോ, ആ പിശാചുണ്ടല്ല നമ്മളെ പള്ളുരുത്തിയില്ല, ആ പിശാജ് ഞാൻ ഇപ്പൊ വേറൊരു വീഡിയോ കാണാൻ ഇടയായത് കൊണ്ടാണ്. ഒരു പത്രസമ്മേളനം, നേരത്തെ പത്രസമ്മേളനം അല്ല, വീഡിയോകൾ ഒരുപാടുണ്ട്. പിന്നെ മയക്കം പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് പറയണ, ദയവ് ചെയ്ത് നിങ്ങൾ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, നമ്മൾ പറയുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. അപ്പൊ അത്ര അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. മീഡിയകളോട് പറയാണ്, നിങ്ങൾ ചോദ്യം ചോദിക്കരുത്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. എവിടെയൊക്കെ ഇത്രയും പവർ കൊടുക്കുന്നത് ആരാണ്? ഇവിടെ ഈ സംഘപരിവാറുകാർ ഇല്ലായിരുന്നെങ്കിൽ എന്നെ അടിച്ചു കൊന്നു കളഞ്ഞനെ ഇതിനെയൊക്കെ. യാതൊരു വിവരം വേണ്ടേ? ഒരു കന്യാസ്ത്രീയാണെന്ന് പറയുന്നത്. ഇത്രയും വിവരമില്ലാത്ത ഒരു കന്യാസ്ത്രീയ ആ സ്കൂളിന്റെ പ്രിൻസിപ്പലാക്കിയ ഈ മേലധ്യക്ഷന്മാരെയാണ് അടിക്കാനുള്ളത്. ആദ്യം ഇതെന്ന് പറയുന്ന കേരളമാണ്, സംസ്കാര സമ്പന്നനായ കേരളമാണ്, വിദ്യാഭ്യാസവും വിവരവുമുള്ള മതേതര വിശ്വാസികളായ ജനാധിപത്യ വിശ്വാസികൾ വസിക്കുന്ന കേരളത്തില് ഒരു തലയും മറ്റടവും ഒക്കെ മറച്ചോണ്ട് വന്നിട്ട് ഒരുത്തി പറയാണ്, നിങ്ങൾ ചോദ്യം ചോദിക്കരുത്, ദയവ് ചെയ്ത് ചോദ്യം ചോദിക്കരുത്. ചിരിച്ചും കൊണ്ട്. അപ്പൊ ചിരിച്ചും കൊണ്ട് ആരെയും കഴുത്തിറക്കുക അവരെന്ത് ചെയ്യും? മനസ്സിലാക്കണം. കേരളത്തിലെ ഹിന്ദു സഹോദരങ്ങളായിരുന്നാലും മുസ്ലിം സഹോദരങ്ങളായിരുന്നാലും ഹൃദയം കൊണ്ട് ഭയപ്പെട്ട് ജീവിക്കുന്ന ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനികളായാലും മനസ്സിലാക്കി, ഇങ്ങനെയുള്ള ചെറ്റകളാണ്. സമൂഹം വെറുക്കണം, ഒറ്റപ്പെടുത്തണം. ഇവരെയൊന്നും വണ്ടിയിലോ വെള്ളത്തിലോ പോലും കയറ്റാൻ പാടില്ല. ഇവരൊക്കെ വിഷങ്ങളാണ്. ഈ വിഷം പറയുന്ന കേട്ടില്ലേ നിങ്ങൾ പത്രസമ്മേളനം ആ വീഡിയോകൾ വന്ന് നിൽക്കുമ്പോൾ മൈക്കും കുറ്റിയും കൊണ്ടുവച്ച് നിൽക്കുമ്പോൾ പറയണ്, ദയവേത് നിങ്ങൾ ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന്. ഇവളാര്? ഇവളാ കന്യാസ്ത്രീ? ഇവള് കന്യാസ്ത്രീ ഒന്നുമല്ല, പിശാചാണ്. പിശാചാണ്. ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ആണാണാ പെണ്ണാണാന്ന് വേണമെങ്കിലും പരിശോധിക്കണം. ഇനി പെൺവേഷം കെട്ടി ആണുങ്ങളാണെങ്കിലാ കാര്യം എന്തും ചെയ്യുമല്ലേ. ഇപ്പൊ അങ്ങനെയാണല്ല. ഇന്നാള് എവിടെ അടുത്ത് ഒരു 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ കണ്ട് ബുർക്ക തലവഴി പറതി അതും ഇതുമൊക്കെ ഇട്ടുകൊണ്ട് ഒരു BJP RSSകാരുടെ ഒരു പ്രകടനത്തിലോട്ട് തള്ളിക്കയറി അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് ഓടിക്കളഞ്ഞ് കാല് തട്ടി വീണപ്പോഴാണ്, കാലിന് മൊത്തം രോമം പിടിച്ചു നോക്കിയപ്പോഴാണ് ഒരു സംഘപരിവാറുകാരനാണ്. അപ്പൊ എന്ത് ചെറ്റത്തരവും കാണിക്കാൻ ഇതൊന്നും മടിക്കില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ആ കള്ള് കച്ചവടക്കാരനും പലിശയ്ക്ക് കൊടുക്കുവാനായ ചെറ്റ തന്തയില്ലാത്തവനാണ് വെള്ളാപ്പള്ളി നടേശൻ. അവന് തന്തയുണ്ടോ? അവൻ പറഞ്ഞ കേട്ടാ നിങ്ങൾ ആരെങ്കിലും? നിങ്ങൾ കേൾക്കണം. നമ്മളൊക്കെ ഇവിടെ എന്തുമാത്രം സൗഹൃദത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും കഴിഞ്ഞ ജനവിഭാഗമാണ്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ലാതെ. ആ ചെറ്റ പറഞ്ഞ വർത്താനം നിങ്ങൾ കേട്ട. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ആറ്റം ബോംബ എന്താണെന്നാണ് പറഞ്ഞത്. എന്താ കഷ്ടമാണ്. അവര് മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇവിടം വിട്ട് ഓടേണ്ടി വരും, നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്താണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും തെണ്ടിത്തരം പറഞ്ഞ ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണ്ടേ? അത് ഇവനെ കൊണ്ട് പറയിക്കുന്നതാണ്. കാര്യം അവൻ കള്ളു കുടിച്ച് ബോധമില്ലാതെ പറഞ്ഞൊന്നുമല്ല. കള്ളു കുടിച്ച് ബോധം കെട്ട് ചിലര് പറയാറുണ്ട് ഇങ്ങനെ. പക്ഷെ അത് കള്ളിന്റെ ഇത് ഇറങ്ങുമ്പോഴത്തേക്ക് മാപ്പും പറയും. എന്തായാലും ശരി, ഇവനെല്ലാം ഈ കേരളത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഇവനെയൊക്കെ നാട് കടത്തണം. പബ്ലിക് ന്യൂസൻസ് ആണ്. ഈഴവ സമുദായത്തിന്റെ എന്തെല്ലാം കൊള്ളയടിച്ചു വെച്ചിരിക്കുകയാണ് അവൻ. തേണ്ടി പണ്ട് മൈക്രോ ഫിനാൻസ് എന്നും പറഞ്ഞ് അവന്റെ പേരിൽ കേസുണ്ട്. ആ കേസൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിണറായി വിജയന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടി ഈ വെള്ളാപ്പള്ളിയെ കൊണ്ടും പറയിക്കുന്നതാണ്. പിണറായി പറയിക്കും ഒരറ്റത്ത് നിന്ന്, മറ്റൊരിടത്ത് നിന്ന് സംഘപരിവാറുകാർ പറയും. അതായത് കേരളത്തിനെ കുട്ടിച്ചോറാക്കണം. കേരളത്തിലെ ആളുകൾ സമാധാനമായിട്ട് ജീവിക്കരുത്.
കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, സംഘപരിവാറുകാരും കുറെ പിന്നെ ക്രിസംഗികൾ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഈ നാടിനെ നശിപ്പിക്കണം, വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കി ഇവിടെ ഡെയിലി അടിയും പിടിയും വിപ്ലവവും കത്തിക്കുത്തും പിന്നെ വെടിവെപ്പും എല്ലാം ഉണ്ടാക്കി ഈ നാടിനെ നശിപ്പിക്കുക. അത് ഉറപ്പാണ്. ഈ നാട്ടിൽ ജീവിക്കാൻ തന്നെ എൻ്റെ മനസ്സനുവദിക്കുന്നത്. ഈ നാട് വിട്ട് പോയാലോ, നാട് വിട്ട് തന്നെ നമ്മൾ പുറത്താണ് ജീവിക്കുന്നത്. ഇത്രയും നാൾ കൊണ്ട് ഇവിടെ സൗദിയിലാണ് 25 വർഷമായിട്ട്. എന്നാൽ ഈ നാട്ടിൽ ഇങ്ങനെ ഈ കലാപവും അതും ഇതും ഉണ്ടാക്കാൻ വേണ്ടി യൗമാരൊക്കെ കച്ചുകെട്ടി ഇറങ്ങിയിരുന്നത് എന്താണ് ചെയ്യുന്നത്? വെറും അധികാരത്തിന് വേണ്ടി, ഒരു കസേരയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ചെറ്റകളായി പോയല്ലേ അവന്മാര്. ഒന്നെന്ന് പറയുന്ന വെള്ളാപ്പള്ളി ഗണേശന്റെ കച്ചവടം എന്നുണ്ട്, കള്ള് കച്ചവടം. അപ്പൊ ഈ കള്ള് കച്ചവടം എന്ന് പറയുന്നത് എന്താണ്? ഒരു സമൂഹത്തെ നശിപ്പിക്കുകയാണ്, ഒരു തലമുറയെ നശിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഈ തെണ്ടിയ നാരായണ ഗുരുവിന്റെ പേരിലുള്ള ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ, ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഈഴവ സമുദായത്തെ അന്തസ്സും അഭിമാനമുള്ള ചെറുപ്പക്കാരൊന്നും ഇല്ലേ? ഇവന്റെ തലക്കടിക്കണം. അവന്റെ തലക്കടിച്ച് ആ തലയിൽ മുടി, എന്റെ തലയിലും മുടിയില്ല, എന്നാലും അവന്റെ തലയിൽ ചുണ്ണാമ്പ് തേച്ച് വിടണം, സ്റ്റിക്കർ ഒട്ടിക്കണം. ഇവ നാടിന് ആപത്താണ്. ഇങ്ങനെയുള്ള ചെറ്റകളൊന്നും അല്ല അതിൽ ഇരിക്കാനുള്ളത്. മദ്യം വിഷമാണ്, അത് കൊടുക്കരുത്, കുടിക്കരുത്, അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യരുത്. ജാതി ഏതായാലും ശരി, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതി ചോദിക്കരുത്, പറയരുത് എന്ന് പഠിപ്പിച്ച ആ ശ്രീനാരായണന്റെ പേരിൽ ഉള്ള ആ ഒരു പ്രസ്ഥാനത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഇവൻ കാണിക്കുന്ന തെണ്ടിത്തരം, ഇവൻ ഗതികെട്ടാതെ ചാവും, അത് ഉറപ്പാണ്. ഇവൻ നരകിച്ചേ ചാവുള്ളൂ. അതായത് ഏത് സമുദായത്തിൽപ്പെട്ടവനായിരുന്നാലും ശരി, അതിനിപ്പോ മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, സമൂഹത്തില് ഇത്രയും വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കുന്നവന് ഞാൻ നിങ്ങൾ അല്ലെങ്കിൽ എഴുതി വെച്ചോളെ, ഇപ്പൊ എഴുതി വെച്ചോളെ, ഇവൻ ചാകുന്നെങ്കിൽ ഇവൻ വളരെയധികം മോശപ്പെട്ട് വളരെയധികം കഷ്ടപ്പെട്ട് പുഴുത്തേ ചാവുള്ളവൻ, അത് ഉറപ്പാണ്. അതിൽ യാതൊരു മാറ്റമില്ല. ഈ ജനങ്ങൾക്ക് സൗഹാർദ്ദത്തിലും സന്തോഷത്തിലും സഹിഷ്ണുതയിലും ജീവിക്കുന്ന നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു ചെറ്റ ഉണ്ടായിപ്പോയതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. അതായത് കേരള നാടേ കേഴുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ചെറ്റകൾ ഈ നാടിന്, ഇങ്ങനെയുള്ളവന്മാർ ജീവിച്ചിരുന്നാൽ തന്നെ ഈ നാടിന് അപകടങ്ങൾ ഉണ്ടാവും, ആപത്തുകൾ ഉണ്ടാവും, ദൈവശിക്ഷ ഇറങ്ങും. ഇങ്ങനെയുള്ള ചെറ്റകൾ ആ നാട്ടിൽ നിന്ന് നാട്ടുകാർ അടിച്ചോടിക്കണം അവന്. അവിടുന്ന് ഇവനാ രാമോനെ അടിച്ചോടിക്കണം, എല്ലാവരും കൂടെ കയറി അടിച്ചോടിക്കണം അവന്. ഇവനൊരു വൃത്തികെട്ട ജന്തുവാണ്, മനുഷ്യനൊന്നും അല്ല, മനുഷ്യന്റെ കോലത്തിലുള്ള ജന്തുവാണ്. അപ്പൊ ഇവനെ നിങ്ങൾ കരുതിയിരിക്കണമെന്നും, നാട്ടിൽ നമ്മൾ സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ, നിന്റെ ഒന്നും ഞങ്ങൾക്ക് വേണ്ടല്ലോ, ഞങ്ങൾ ഗവൺമെന്റിന്റെ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല, ഞങ്ങൾക്ക് നിങ്ങൾ ഫ്രീ റേഷനും തരണ്ട, ഫ്രീ മെഡിസിനും തരണ്ട, ഫ്രീ പാർപ്പിടവും തരണ്ട, ഫ്രീ വസ്ത്രവും തരണ്ട, ഞങ്ങൾ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിച്ചോളാം. എന്നാൽ ഈ ചെറ്റയെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്ന എന്തിനാണ് പിണറായി വിജയൻ? അധികാരം വേണമെങ്കിൽ നിങ്ങളൊക്കെ പിടിച്ചെടുത്തോളി, നമുക്ക് വേണ്ട. പക്ഷേങ്കിൽ നാട്ടിൽ സമാധാനമായിട്ട് ആളിൽ കിടന്നുറങ്ങട്ടെ. എന്തിനാണ് ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത്? ഒന്നും അല്ലെങ്കിൽ ഇവനെ ഒരു 2 ദിവസമെങ്കിലും പിടിച്ചകത്തിടണം. ചെറ്റത്തരം പറയുന്ന പണ്ട് പിന്നെ അഴീക്കോട് സുകുമാർ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുപോലെ പിന്നെ നമ്മുടെ അച്യുതാനന്ദ സഖാവും ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിരുന്നു എന്നേ പിടിച്ചകത്തിടുമായിരുന്നു. അല്ലെങ്കിൽ നല്ല നായന്മാരായിരുന്നാലും മതി, പന്നി പെറ്റു കിട്ടുന്ന പോലെ പെറ്റുകിട്ടും എന്ന് പറഞ്ഞാണ് മന്നത്ത് പത്മനാഭൻ. ഇവന്റെയൊക്കെ കാര്യം അവന് തന്നെ 12-ത്തെ 12-ത്തെ കണ്ടിട്ട് അവന്റെ തന്തയും തള്ളയും 11-12 പെറ്റു കൂട്ടിയിരുന്നാണ് പറയുന്നത്. ഇനി അതിന് ഉള്ളതാണ് ഇവനെ അവന് റോഡിൽ നിന്നെല്ലാം എടുത്ത് വളർത്തിയത് വലുതാക്കിയതാണെന്ന് നമുക്കറിഞ്ഞൂടാ. എന്തായാലും ശരി, ഇങ്ങനെയുള്ള ചെറ്റകളെയും നേരത്തെ പറഞ്ഞ ചെറ്റകളെയും ഒക്കെ നമ്മൾ പിന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. ഇവരെയൊക്കെ നമ്മൾ അകറ്റി നിർത്തണം. അപ്പോഴവർ മനസ്സിലാക്കും, ജനങ്ങളെല്ലാം അകറ്റി നിർത്താം, പോ ഇങ്ങോട്ട് വരണ്ട എന്നും പറഞ്ഞ് അകറ്റി നിർത്തണം. അങ്ങനെ അകറ്റി നിർത്തുമ്പോൾ അവനൊക്കെ മനസ്സിലാവും നമ്മളെ കയ്യിലിരിപ്പുകൊണ്ടാണ് ഇതിങ്ങനെയെന്ന്. ഇവനുമായിട്ടൊന്നും ഒരു ബന്ധമേ സ്ഥാപിക്കാൻ, ദാഹിച്ച പച്ചവെള്ളം കൊടുക്കരുത് അവനെന്ന്. അങ്ങനെ ചാവണം ഇവനല്ല. അപ്പോ നമ്മളെ നാട്ടില് കേരളത്തിൽ ജനങ്ങൾ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ലാതെ എന്ത് ഭംഗിയായിട്ട് നമ്മളിവിടെ കഴിഞ്ഞതാണ്. ഇവനൊക്കെ പിന്നെ ആകാശത്ത് നിന്ന് കെട്ടി ഇറക്കിയതാ ഇവനെയല്ല. അതേ ഇനി വെള്ളത്തിൽ നിന്നുമല്ല മുതലയല്ലോ ഉണ്ടാക്കി പിന്നെ കളഞ്ഞതാണ് ഇവനെയല്ല. എന്താ വൃത്തികേടാണ് പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? പിന്നെ മൂന്നാമത്തത്, 1 ആ പിശാചി തള്ള കന്യാസ്ത്രീ, 2 വെള്ളാപ്പള്ളി ഗണേശൻ, 3 അവിടുത്തെ ഒരു ബിഷപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അയാൾക്ക് വധഭീഷണി മുഴക്കിയത്.
ഇസ്ലാമിക് ടാസ്ക് ഫോഴ്സ്, ഇസ്ലാമിക് എന്തോ ഫോഴ്സ് എന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കി എന്നും പറഞ്ഞ് അയാളെ വധഭീഷണി മുഴക്കിയെന്ന്. അയാളെയും അടി ചന്തയ്ക്ക് കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്. യവനെയൊക്കെ തന്തയും തള്ളയും നല്ല ഭംഗിയായിട്ട് ശിക്ഷിച്ച് വളർത്തണം. മക്കളെ വളർത്തുമ്പോൾ നല്ല അടി കൊടുത്ത് തന്നെ വളർത്തണം. അതായത് ചില പിന്നെ ഹിസ്റ്റീരിയ പോലെ ബാധിച്ച ചില ആൾക്കാരുണ്ട് നാട്ടിൽ. എങ്ങനെയായിരുന്നാലും പിന്നെ വിദ്വേഷവും വെറുപ്പും ഉണ്ടായി എങ്ങനെ അക്രമം നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ചിലർക്ക് അവിടെ നടക്കട്ടെ, കൊള്ളിവെപ്പ് നടക്കട്ടെ, കൊള്ള നടക്കട്ടെ, തീവെപ്പ് നടക്കട്ടെ, കത്തിക്കുത്ത് നടക്കട്ടെ, അടി നടക്കട്ടെ, നമുക്ക് മൂട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ മണി പള്ളി മേടയിൽ ഇരുന്ന് നമുക്ക് ഇതെല്ലാം ഒന്ന് കണ്ട് സുഖിക്കാം, സന്തോഷിക്കാം എന്നുള്ള കുറെ തെണ്ടികൾ ഇവിടെ ഉണ്ട്. അച്ഛന്മാരാണെന്നാണ് പറയുന്നത്. എന്ത് അച്ഛനാണ് നീ? ആരെ അച്ഛനാണ് നീ? പെണ്ണ് കെട്ടിയിട്ടുണ്ടോ? ഇല്ല. ഈ അച്ഛൻ പെണ്ണ് കെട്ടിയിട്ടില്ല. ഈ അച്ഛന്മാരൊന്നും പെണ്ണ് കെട്ടൂലല്ലോ. കാര്യം കന്യാസ്ത്രീകൾ ആവശ്യം പോലെ ഉണ്ടല്ലോ. പറയിക്കുന്നതാണിത്, പറയണമെന്ന് വിചാരിച്ചതല്ല. ഇതൊക്കെ നീ എല്ലാം പറയിക്കുന്നതാണ്. മനുഷ്യൻ സമാധാനമായിട്ട് കേരളത്തിൽ ജീവിച്ചോട്ടെ. നിങ്ങൾ മതസ്പർദ്ധ ഉണ്ടാക്കി, വർഗീയ ചേരിതിരിവുണ്ടാക്കി, വെറുപ്പും വിദ്വേഷവും ഇവിടെ ആളിപ്പടർത്തി ഇവിടെ നിങ്ങൾ പലതും നേട്ടങ്ങൾ കൊയ്യാൻ നിങ്ങൾ നടക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയായിട്ടാണ് പറയുന്നത്. യവന്റെയൊക്കെ കയ്യിലിരിപ്പ് ഇവിടെ. അതായത് എൻ്റെ കുട്ടിയിലെ ഞാൻ കേട്ടിട്ടുണ്ട് മൈനത്തെരുവി കൊലക്കേസ്, മാടത്തെരുവി കൊലക്കേസ്, അഭയ കൊലക്കേസ്, അങ്ങനെ ഒരുപാട് കൊലക്കേസ്. എത്ര പിന്നെ കന്യാസ്ത്രീകളെയാണ് യുവമാർ കിണറ്റിലും അവിടെ ഇവിടെയും തള്ളിയിട്ടുള്ളത്. ഇതൊന്നും മറന്നിട്ടില്ല, കേരള സമൂഹം മറന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ജോലി എന്ന് പറയുന്നത് അതാണ്. ഇനിയിപ്പോ ഇവിടെ ഇലക്ഷൻ വരാൻ പോവാണ്. എന്തെങ്കിലുമൊക്കെ വർഗീയ ചേരിതിലുണ്ടാകും, വർഗീയ ലഹള ഉണ്ടാക്കണം, അതിൽ നിന്ന് മുതലെടുപ്പ് നടക്കണം. അതിനൊക്കെ യുവമാർ അച്ചാരം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ അച്ഛന്മാരായിരുന്നാലും അമ്മമാരായിരുന്നാലും ഏത് തെണ്ടികളായിരുന്നാലും ശരി. അപ്പോ ശക്തമായ അന്വേഷണം നടത്തണം, ശക്തമായി. ഇത് വെറുതെ കളയരുത്. ഇത് എവന്റെയൊന്നും പിന്നെ കംപ്ലൈന്റ് ചെയ്തില്ലെങ്കിൽ പോലും അന്വേഷണം നടത്തി ഈ തന്ത ഈ അച്ഛൻ എന്ന് പറയുന്ന, തന്തേന്ന് വിളിക്കാനല്ല, അച്ഛൻ എന്ന് പറഞ്ഞാൽ തന്തേന്നാണല്ലോ വിളിക്കുന്നത്. അപ്പൊ ഇയാളെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോയി 2 എണ്ണം പൂശിയ സത്യം പോലെ പറയും. യവന്മാര് തന്നെ മലപ്പുറത്ത് ആളിനെ വിട്ട്, അല്ലെങ്കിൽ മലപ്പുറത്തുണ്ടല്ലോ, മലപ്പുറത്ത് പിന്നെ മലയോര പ്രദേശം കംപ്ലീറ്റ് ക്രിസ്ത്യാനികളാണ്. അത് പാകിസ്ഥാനാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഈ നടക്കാനും എടുക്കാനും ആവതില്ലാത്തതുകൊണ്ട് മലയോര പ്രദേശത്തൊന്നും പോയിട്ടില്ല. എടാ വെള്ളാപ്പള്ളി തെണ്ടിപ്പട്ടി, നിന്റെ അടുത്ത് ഞാൻ പറയാണ്, നീ മലപ്പുറത്ത് അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന മലപ്പുറത്ത് പോയിട്ട് മലയോര പ്രദേശത്തിൽ ഒന്ന് പോകാൻ നോക്ക്. ഹെലികോപ്റ്ററിൽ പോയാലും മതി, പിണറായി വിജയന്റെയിൽ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, അതിൽ പോയി ഒന്ന് നോക്കണം. ആ മലയോര പ്രദേശത്ത് ഇറങ്ങി നോക്കണം. അവിടെ എല്ലാം ക്രിസ്ത്യാനികളാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു ലെറ്റർ മലപ്പുറത്ത് നിന്ന് വിടാൻ വലിയ പ്രയാസമൊന്നുമില്ല. വിട്ടിട്ട് ഇങ്ങനെയാണ്. എന്തായാലും ശരി, നമ്മളാ എറണാകുളത്ത് യഹോവ സാക്ഷികൾ നടത്തിയ സമ്മേളനത്തിൽ പിന്നെ ബോംബ് വെച്ച് 8 പേരെ കൊന്ന്, എത്ര 10-31 പേര് ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ആ സംഭവത്തിൽ നിങ്ങൾക്ക് അറിയാനല്ല, ആദ്യം പറഞ്ഞ് ജിഹാദികൾ ഇറങ്ങിയിട്ടുണ്ട്, ഭീകരാക്രമണം നടക്കുന്നതെന്നുണ്ട്. അത് അവസാനമായപ്പോൾ ക്രിസ്ത്യാനിയെ പിടിച്ചപ്പോഴത് മനോരോഗിയാണ്, അവന്റെ അമ്മയുടെ തേങ്ങയാണ്, അവന്റെ അമ്മയുടെ പണ്ട് കെട്ടിയവൻ നായരായിരുന്നു, അതിനു മുമ്പ് കെട്ടിയത് ക്രിസ്ത്യാനിയായിരുന്നു, അതിനു മുമ്പ് ഒരു മുസ്ലിമാണ് കെട്ടിയിരുന്നത്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അതിനു മുമ്പ് ആദ്യം അവന്റെ അമ്മയെ കെട്ടിയിരുന്ന മുസ്ലിം ആയിരുന്നു, പിന്നെ ഒരു നായര് കെട്ടി, പിന്നെയാണ് ക്രിസ്ത്യാനി കെട്ടിയത്. അപ്പൊ അങ്ങനെ പറഞ്ഞ് മനോരോഗിയാക്കും. അതേസമയം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വിടുമായിരുന്ന. അതായത് കേരളത്തിലെ ആദ്യത്തെ ഭീകരാക്രമണം എന്ന് പറയുന്നത് അതാണ്. ചെയ്തതാരാണ്? ക്രിസ്ത്യാനിയാണ്. അതുപോലെയാണ് ഇതും ക്രിസ്ത്യാനിയാണ്. വെറുതെ വിടരുത്. വിട്ട് കഴിഞ്ഞാൽ നാളെ ഒരു ഗവൺമെന്റ് ഇവിടെ വേറെ മാറി വന്നാൽ യവനെയൊക്കെ പോക്കും. അതുകൊണ്ട് പിണറായി വിജയനോട്, മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, സത്യസന്ധമായ അന്വേഷണം നടത്തി അവനെ തൂക്കണം. അപ്പൊ അതിന് ശരിയായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ന്യായാധിപന്മാരായിരുന്നാലും ശരി, ഭരണവർഗമായിരുന്നാലും ശരി, അതിനു വേണ്ടി ആരും വക്കാലത്ത് പിടിക്കാൻ പോകരുത്. അതിന് ശരിയായ, അതായത് നാട്ടിൽ കുഴപ്പവും കലാപവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, അവനെയൊക്കെ തൂക്കി അകത്തിടണം. അങ്ങനെയുള്ള ഒരു തൻ്റെ ഇടം കാണിക്കാനുള്ള, ഒരു ആണത്വം കാണിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. അത് ചെയ്യണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നാട്ടിൽ കലാപം അഴിച്ചുവിടാൻ എല്ലാ ഭാഗത്തു നിന്നും ശ്രമം നടക്കുന്നുണ്ട്. അത് കരുതിയിരിക്കുക. ഇനി ഏത് ജാതിക്കാരനായിരുന്നാലും ശരി, ഏത് മതക്കാരനായിരുന്നാലും ശരി, ജനങ്ങൾ സമാധാനമായിട്ട് ഇവിടെ ജീവിച്ചോട്ട്. നിങ്ങൾ ഒന്നും ഫ്രീ തരണ്ട, ഞങ്ങൾ സമാധാനമായിട്ട് കിടന്നിറങ്ങിക്കോട്ട്. അതിന് നിങ്ങൾ അനുവദിക്കൂ. അപ്പൊ അനുവദിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ അച്ഛനായാലും അമ്മയായാലും, അമ്മയുടെ തേങ്ങയായിരുന്നാലും ശരി, യവനെയൊക്കെ ശരിയായി ആര് ചെയ്താലും ശരി അവനെ വെളിയിൽ വിടരുത്. മറ്റവന്
അവന്റെ പേരിൽ ഭീകരാക്രമണ കേസില്ല, സാധാ കേസാക്കി. 8 പേരെ കൊന്ന്. പിന്നെ അപ്പൊ ജാതി മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല കുറ്റവാളികളെ നിങ്ങൾ ശിക്ഷിക്കേണ്ടത്. എന്താണ് ശിക്ഷ? ഭീകരാക്രമണം എന്താണ്? അതിനനുസരിച്ച് തന്നെ ശിക്ഷിക്കണം, അതിനനുസരിച്ച് തന്നെ കേസ് ചാർജ് ചെയ്യണം. പക്ഷെ ഇത് കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നാലും യവന്മാര് പോയി കുറെ കാശ് കൊടുക്കുമ്പോഴത്തേക്ക് അത് തരും. സംഘപരി ഞാൻ ഇനി നാളെ തൊട്ട് സംഘപരിവാറായി എന്ന് പറഞ്ഞാൽ കേസില്ല. അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ടാക്കി വരികയാണ്. അപ്പോൾ ഇത് വേറൊരു ഗവൺമെന്റ് മാറി വന്നാൽ അവനെ, അവന്റെ അപ്പനെ, അവന്റെ അമ്മയെ, അവന്റെ ഈ പറയുന്ന അച്ഛന്മാരെയൊക്കെ പിടിച്ചകത്താക്കണം. ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല. അതായത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഇന്ത്യൻ നിയമം. അപ്പോൾ ഈ കുറ്റവാളിയെ എല്ലാവർക്കും അറിയാം, പരസ്യമാണ്, എല്ലാവർക്കും രഹസ്യമായിട്ട് ഇതിലൊന്നുമില്ല. അതുകൊണ്ട് യവനെയെല്ലാം പിടിച്ച് ശിക്ഷിക്കണമെന്നും, വെള്ളാപ്പള്ളി ആയിരുന്നാലും ശരി, പിന്നെ ചെറ്റ കന്യാസ്ത്രീ ആയിരുന്നാലും ശരി, ഈ തെമ്മാടിയായ അച്ഛനായിരുന്നാലും ശരി, യവനെയെല്ലാം നിങ്ങൾ ശരിയായ രീതിയിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.